ഇത് നമ്മുടെ എക്കോസ്റ്റാറിൻ്റെ 5000 ലിറ്റർ കപ്പാസിറ്റിയുള്ള SS വാട്ടർ സ്റ്റോറേജ് ടാങ്കാണ്. ഇപ്പോൾ ഇത് മെയിൻലി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫയർ ഫൈറ്റിംഗ് പർപ്പസിനാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ ജനറൽ പർപ്പസിനും ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, മാളുകൾക്കൊക്കെ 5000 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ടാങ്കുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഓർഡർ 5000 ലിറ്റർ കപ്പാസിറ്റിയാണ്. അതിൻ്റെ കാരണം മെയിൻലി ഇതിൻ്റെ സ്റ്റാൻഡും ഇതിൻ്റെ ടാങ്കും മൊത്തത്തിൽ വെയിറ്റ് 180 kg മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ പഴയ ബിൽഡിംഗ് ആയാലും പുതിയ ബിൽഡിംഗ് ആയാലും ലെസ് വെയിറ്റ് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ തന്നെ നമുക്കിത് കോൺക്രീറ്റ് ടാങ്ക് പോലെ അല്ല, നമുക്കിപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഇത് റീലൊക്കേറ്റ് ചെയ്യാം. നമുക്ക് വാൽവ് ക്ലോസ് ചെയ്ത് നമുക്കിത് ഷിഫ്റ്റ് ചെയ്യാം. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത് കോൺക്രീറ്റ് ടാങ്ക് പോലെ അതിനുള്ള പ്ലാസ്റ്റിക്കിന് ക്രാക്കുകളോ മെയിൻ്റനൻസ് ഒന്നും വേണ്ട. ഇത് ലെസ് മെയിൻ്റനൻസ് ആണ്. 20-25 വർഷം തിരിഞ്ഞു നോക്കണ്ട. കാരണം ഇതിൽ പൂപ്പിലും പയലും പിടിക്കില്ല, പിന്നെ ക്രാക്ക് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഇത് സ്റ്റാൻഡ് ടാങ്ക് എല്ലാം SS 304 ഗ്രേഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് 1 mm ആണ്. നമുക്ക് 1.2 mm വരെ നമുക്കിത് സീം വെൽഡിങ് പ്രോസസ്സ് ആയതുകൊണ്ട് വെൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ 316ലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീഷോർ ഏരിയ, ഇപ്പോൾ സീ ബ്രീസൊക്കെ വരണമെങ്കിൽ എക്സ്റ്റേണൽ കൊറോഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 316ൽ നമ്മൾ ചെയ്ത് കൊടുക്കും അഗെയിൻസ്റ്റ് ഓർഡർ, പർച്ചേസ് ഓർഡർ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പിന്നെ ഈസി ക്ലീൻ ചെയ്യാം നമുക്ക്. കാരണം ഇതിൻ്റെ ഡ്രെയിൻ വാൽവ് കൊണ്ട് വളരെ ഈസിയാണ്. കാരണം കോൺക്രീറ്റ് ടാങ്ക് പോലെ തന്നെ പൂപ്പിലോ പായലോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതിപ്പോൾ ഇൻ കേസ് ജനറൽ പർപ്പസിന് ഇൻ കേസ് ഫയർ വന്നാൽ തന്നെയായാലും ഇത് കൊളാപ്സ് ആവില്ല. കാരണം ഇതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ 304ൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ 1400 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഫയർ വന്നാലും നമുക്ക് വെള്ളം എപ്പോഴും നമുക്ക് ഉണ്ടാവും, ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് 18 ടാങ്ക് ഒരു പ്രോജക്റ്റിലേക്ക് വേണ്ടിയാണ്, ഹോസ്പിറ്റൽ പ്രോജക്റ്റ് കണ്ണൂരിലേക്ക്. അവർക്ക് ഇതിൽ 4 ടാങ്ക് ഫയർ ഫൈറ്റിങ്ങിനും ബാക്കിയുള്ള 14 ടാങ്ക് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കറിയാം ഇത് മെയിൻ്റനൻസ് ഫ്രീ ആണ്, കൊളാപ്സ് ആവില്ല, ഹൈലി ഡ്യൂറബിൾ ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ 18 ടാങ്കും ഒറ്റ പ്രോജക്റ്റിലേക്ക്, ഹോസ്പിറ്റൽ പ്രോജക്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് 1 mm തിക്നെസ് ആണ്. നമുക്ക് 1.2 mm തിക്നെസ്സിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 316 ഗ്രേഡിലും ഉണ്ടാക്കും. സീഷോർ ഏരിയയിലേക്ക് അത് അഗെയിൻസ്റ്റ് ഓർഡറിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്.